ആദിവാസികളുടെ നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സദസ്സിൽ നിന്ന് പ്രതിഷേധിക്കും. ഫേസ്ബുക്ക് കൂട്ടായ്മകളാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ചലച്ചിത്രോത്സവ വേദിയിൽ സമാധാനപരമായ കലാപരമായ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും ഇവർ പറയുന്നു. വേദിയിൽ സർക്കാർ ഇരിക്കുമ്പോൾ സദസ്സ് നിൽപ്പിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മണ്ണിന്റെ മക്കൾ അതിജീവനത്തിനു വേണ്ടി ഇത്രയും കാലം നിന്ന് കാലുപഴുത്ത സെക്രട്ടേറിയറ്റ് പരിസരത്താണ് സിനിമാ ഉത്സവമെന്നും ഡിസംബർ 12 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നിന്ന നിൽപ്പിൽ കാണണമെന്നുമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കർ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ചലച്ചിത്രോത്സവ ഉദ്ഘാടന ചടങ്ങിൽ സർക്കാരിന്റെ മുഖ്യൻ വേദിയിലിരിക്കുമ്പോൾ സദസ്സാകെ നിൽപ്പ് സമരത്തിനൊപ്പം നിൽക്കും. നിശബ്ദതയാണ് ഇവിടെ മുദ്രാവാക്യം. നിൽപ്പാണ് സഹനം. ഇത്രയും ഉറക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ കഴുകട്ടെ സർക്കാർ ചെവിക്കുഴിയെന്ന് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകൻ ലാസർ ഷൈൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പറയുന്നു. 157 ദിവസമായി നിൽക്കുന്ന ആളുകളുടെ നഗരത്തിലാണ് ഈ ചലച്ചിത്രോത്സവം നടക്കുന്നത്. സ്വാഭാവികമായും ഐക്യദാർഢ്യത്തിന്റെ ഒരു രൂപം അവിടെയും ഉണ്ടാകുമെന്നുള്ളത് ആദ്യമേ തന്നെ ഓൺലൈൻ മീഡിയകളിൽ ചർച്ചയുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ക്രോഡീകരണം എന്നുള്ള നിലയിലാണ് സദസ്സ് ആകമാനം എഴുന്നേറ്റ് നിൽക്കുക. ഇതുകൂടാതെ തന്നെ ചലച്ചിത്രോത്സവ വേദി സമാധാനപരമായ കലാപരമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളുടെ ധാരണകൾ. ഇതിനോടകം തന്നെ ഫേസ്ബുക്കിൽ ഐക്യദാർഢ്യ സമരം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നവമാധ്യമങ്ങളിലൂടെ ഉയർത്തിവിടുന്ന പ്രതിഷേധങ്ങൾ ഇന്നിന്റെ സമൂഹത്തിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായും 19ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിന് വേദിയാകുമെന്ന് ഉറപ്പിക്കാം. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.